സ്പെയിനിലെ ഭരണാധികാരി, ആ ഭരണാധികാരി അവിടുത്തെ റമളാനിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തപ്പോ മഹാനായ പണ്ഡിതൻ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി റളിയല്ലാഹു അൻഹു, മുഅത്തയുടെ റാവിയാണ്. സ്പെയിനിൽ മുഅത്തയുടെ റിവായത്തുകളിൽ മഹാനവറുകൾ റാവിയാണ്. അൻ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി അൻ മാലിക് ഇമാമിൽ നിന്ന് നേരിട്ട് ഹദീസ് പഠിച്ച ശിഷ്യനാണ് മഹാനായ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം സ്പെയിനിലായിരുന്നു, അന്ദുൽസിലായിരുന്നു. അപ്പൊ അന്നത്തെ ഭരണാധികാരി, അവിടുത്തെ ഖലീഫ്, അവിടുത്തെ അമീറായിരുന്ന മനുഷ്യൻ റമളാനിൽ തൻ്റെ ഭാര്യയുമായി ശയിച്ചു. റമളാനിൻ്റെ പകലിലെ നോമ്പ് നഷ്ടപ്പെടുത്തി. അപ്പൊ എന്താണ് പ്രായശ്ചിത്തം എന്നതിനെക്കുറിച്ച് അന്നത്തെ ആലിമീങ്ങൾ വിളിച്ചു വരുത്തി അദ്ദേഹം ചോദിച്ചു. ആലിമീങ്ങളൊക്കെ പറഞ്ഞു 3 ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് അവരുടെ ഫിഖ്ഹിൽ, അവരുടെ വീക്ഷണത്തിൽ അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത്. എങ്ങനെ? ഒന്നുകിൽ അടിമകളെ മോചനം ചെയ്യാം, ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 2 മാസം നോമ്പെടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ നിങ്ങളുടെ പ്രായശ്ചിത്തം വീടും എന്ന് അന്നത്തെ ഫുഖഹാക്കൾ മറുപടി പറഞ്ഞപ്പോ മഹാനായ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി തങ്ങൾ പറഞ്ഞു, ഭരണാധികാരി പകലിൽ ജിമാ ചെയ്തിട്ട് നോമ്പ് മുറിച്ചല്ലേ, അയാൾക്ക് ഈ ഖിയാറുകളൊന്നുമില്ല, ഒരു ചോയ്സും ഇല്ല, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ നിയമം എന്ന് പറഞ്ഞു. അപ്പൊ അടിമയും അതൊന്നും മൂപ്പർക്ക് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. മൂപ്പർക്ക് എത്ര അടിമകളെ മോചിപ്പിച്ചിട്ട് റമളാൻ മുഴുവൻ ഫസാദാക്കി കൂടെ? എന്തിന് ശർഅ നിയമം വെച്ചു? ആ തെറ്റിലേക്ക് പോകാതിരിക്കാൻ, റമളാനിന്റെ പകലിനെ ഫസാദാക്കാതിരിക്കാൻ. ഇയാൾക്ക് 60 മിസ്കീനോ 6000 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ ഇയാളുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് അയാൾക്ക് ആ നിയമം ബാധകമല്ല. ഇയാളിനി റമളാനിനെ ഫസാദാക്കാതിരിക്കണമെങ്കിൽ അയാൾ 2 മാസം നോമ്പെടുക്കുക മാത്രമേ അയാൾക്ക് പരിഹാരമുള്ളൂ. ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ അത്. ഈ നിയമം ഈ ഭരണാധികാരിക്ക് ബാധകമല്ല എന്ന് യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസി എന്ന് പറയുന്ന ഇമാം മാലിക് എന്നവരുടെ ശിഷ്യൻ കൊടുത്ത ഫത്വയാണ്. ആ ഫത്വക്ക് സ്പെയിനിന്റെ അമീറിന് വഴങ്ങേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങള് ഈജിപ്ത് കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ മഹാനായ ആലിമാൻ മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, ഷൈഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന മഹാനവറുകൾ ഈജിപ്തിൽ ജീവിച്ചിരിക്കുന്ന കാലം ഈജിപ്തിന്റെ ഒരു മിനിസ്റ്റർ, അവിടുത്തെ ഒരു മന്ത്രി എന്തോ ദീനിന്റെ നിയമങ്ങളെ പുച്ഛിച്ചു പറയുകയും അമാഇമുൽ ഉലമാഇ തഹ്ത റിജ്ലി, പണ്ഡിതന്മാരുടെ തലപ്പാവുകളൊക്കെ എൻ്റെ കാലിന്റെ താഴെയാണ്, അങ്ങനെ ഒരു ഡയലോഗും ഇയാൾ പറഞ്ഞു. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ആ വിഷയം പഠിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയിരിക്കുന്നു. ഒരു ആലിമിന്റെ ഫത്വയാണ്. ആലിമീങ്ങളെയും ദീനിന്റെ ഹുറുമാറ്റുകളെയും ദീനിന്റെ ഷായിറുകളെയും ഇങ്ങനെ താറടിച്ചു കളയുന്നൊരു മനുഷ്യൻ, ഹഖംതു ബിരിദ്ദതിഹി, ആ മനുഷ്യൻ മുർത്തദ്ദാണെന്ന് പറഞ്ഞു. ഈജിപ്തിൽ ഒരാളും ആ മനുഷ്യൻ അഭയം കൊടുത്തില്ല. അങ്ങനെ അന്നത്തെ ഖലീഫയുടെ കത്തെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ശുപാർശ, ഈജിപ്തിൽ ഒന്നും നിൽക്കാൻ ഒരു മുസ്ലിം രാജ്യത്തും അയാളെ സ്വീകരിച്ചില്ല എന്നാ. അങ്ങനെ അയാൾ തീരുമാനിച്ചു പേർഷ്യയിലേക്ക് പോകാം. പേർഷ്യയിലേക്ക് പോയപ്പോ പേർഷ്യൻ രാജാവിന്റെ മുമ്പിൽ ഇറാനിലേക്ക് ചെന്നിട്ട് ഈ മന്ത്രി കത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഖലീഫ തന്ന കത്താണ്, എന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് സ്വീകരിക്കണമെന്ന്. ആ കത്ത് വായിച്ചു നോക്കുന്നതിന്റെ മുമ്പ് ഒരു കുഫറിന്റെ രാജ്യം ഭരിക്കുന്ന അന്നത്തെ ഭരണാധികാരി പറഞ്ഞു, നിന്റെ പേര് ഇന്നാലിന്ന പേരാണെങ്കിൽ നിന്നെ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം എന്ന ഈജിപ്തിന്റെ ഫഖീഹ് മുർത്തദ്ദാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലേക്കും നീ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പേർഷ്യയിലേക്ക് പോലും കാലുകുത്താൻ കഴിയാതെ ആ മനുഷ്യൻ വളരെ വിഷമിച്ചുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുക. എന്തേ? ഒരു ആലിമിന്റെ ഇടപെടലാണ്, ഒരു ആലിമിന്റെ ഫത്വയാണ്. വിഷയങ്ങളെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇസ്ലാമിന്റെ ശഈറത്തുകൾ, ദീനിന്റെ ഹുറുമാറ്റുകൾ, ദീനിന്റെ മആലിമുകൾ, ഈ ദീനിന്റെ അടയാളങ്ങളെ അപമതിക്കുകയോ അല്ലെങ്കിൽ നിസ്സാരമായി കാണുകയോ ചെയ്യുന്നത് ഇസ്ലാമിക ശരീഅത്തിൽ ഒരു മുഅ്മിനും ചെയ്യാൻ പാടില്ലാത്ത, ഇസ്ലാം അനുവദിച്ചു കൊടുക്കാത്തൊരു വിഷയമാണ്.
അതിനൊരു ആലിം ഒരു ഫത്വ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആലിമിനെ മറികടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അത്രമേൽ ന്യായത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ദീനാണിത്. സത്യം അത് ഭരണാധികാരിക്കാണെങ്കിലും സത്യമേ അവിടെ നടപ്പാക്കാൻ പറ്റൂ. ഭരണാധികാരി ആയതിന്റെ പേരിൽ അയാൾക്കൊരു വേറെ നിയമം അങ്ങനെ ഇല്ല. ആ നീതിയുടെ പാഠമാണ് ദീനിന്റെ മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദുകൾ ലോകത്തിന് പഠിപ്പിച്ചത്. നമുക്കറിയോ, ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മദീനയിലൂടെ വഫദുകളായ ആളുകൾ, പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവര് ഖലീഫയെ തേടി ഇങ്ങനെ നടക്കുമ്പോ ഈ തപ്പനയുടെ താഴെ ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. പോലീസുകാർ കൂടെയില്ല, ഗാർഡുകൾ കൂടെയില്ല, ഹെൽപ്പർമാർ കൂടെയില്ല, ഒരാളും ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലും കൂടെയില്ലാതെ 21 രാജ്യങ്ങളുടെ ഭരണാധികാരി ഈ തപ്പനയുടെ താഴെ ഒരു കയ്യും വെച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഉമറേ, നിങ്ങൾ നീതി നടപ്പാക്കിയപ്പോൾ നിങ്ങളുടെ രാജ്യം സുരക്ഷിതമായപ്പോൾ ഒരു പേടിയുമില്ലാതെ ഭരണാധികാരിയായ നിങ്ങൾക്ക് എവിടെ കടന്നും ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയുണ്ടായി. അത് നിങ്ങൾ ഉണ്ടാക്കിയ നന്മയാണ്, നിങ്ങളുടെ നന്മയാണ്, നീതി നിങ്ങൾ നടപ്പാക്കിയത് കൊണ്ടാണെന്ന് ഉമർ തങ്ങളെ നോക്കി അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പറയാറുണ്ടായിരുന്നു. എത്രത്തോളം ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്, മഹാനവറുകൾ ഷഹീദാണ്. മഹാനവറുകളെ അബൂ ലുഅ്ലുഅത്ത് കുത്തുന്ന നേരം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായി വീഴുമ്പോൾ ജിന്നുകൾ പോലും അതിൽ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു റിവായത്തുണ്ട്, ജിന്നുകൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം സംഭവിച്ചപ്പോൾ ജിന്നുകൾ പോലും സങ്കടപ്പെട്ടു. എന്നിട്ട് അവരൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ടിന്റെ ഉറവിടം ജിന്നുകളുടേതാണ് എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റിവായത്തുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഒട്ടകപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. ജിന്നുകൾ പാടുകയാണ്, അലൈക സലാമുൻ മിൻ ഇമാമിൻ വബറകത്, അലൈക സലാമുൻ മിൻ ഇമാമിൻ വബറകത്, യദുല്ലാഹി ഫീ ദാകൽ അദീമിൽ മുമസ്സഖി. കീറിപ്പറഞ്ഞു കിടക്കുന്ന ആ തൊലിക്കുള്ളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളുടെ നേതാവായ ഉമറേ, നിങ്ങൾക്ക് സലാം, ഞങ്ങൾ യാത്ര പറയുകയാണ് നിങ്ങളോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഉമർ തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഈ പാട്ട് 2-3 വരികൾ വേറെയുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. ഒരൊട്ടകപ്പുറത്തു നിന്നാണ് ഈ പാട്ടിങ്ങനെ കേൾക്കുന്നത്. നോക്കുമ്പോൾ പാട്ട് പാടിയ ആളും കാണാനില്ല, ഒട്ടകത്തെയും കാണാനില്ല. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അത് ജിന്നുകളുടെ ഹുതാഫ്, ജിന്നുകൾ വിളിച്ചു പറയുകയായിരുന്നു. ആരെക്കുറിച്ച്? ഉമർ തങ്ങളെക്കുറിച്ച്. ആ നീതി ജിന്നുകൾക്ക് പോലും അനുഭവിക്കാൻ കഴിയുന്ന വിധം ഈ ജിന്നുകളുടെ വരികൾ മഷ്ഹൂറത്താണ്, വളരെ പ്രസിദ്ധമാണ്. അലൈക സലാമുൻ മിൻ ഇമാമിൻ വബറകത്, യദുല്ലാഹി ഫീ ദാകൽ അദീമിൽ മുമസ്സഖി. ഉമർ തങ്ങളുടെ വയറ് കുത്തേറ്റ് ആഴത്തിൽ മുറിവായപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ വാപ്പയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചോര ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടി ഞാനൊരു തുണി കൊണ്ട് ഇങ്ങനെ പിടിച്ചു കെട്ടുമ്പോൾ എൻ്റെ കൈ ഉമർ തങ്ങളുടെ വയറ്റിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴറിഞ്ഞത് ആ വയറ് മുഴുവനും കീറിയിരിക്കുകയാണെന്ന്. അതാണ് അലൈക സലാമുൻ മിൻ ഇമാമിൻ വബറകത്, യദുല്ലാഹി ഫീ ദാകൽ അദീമിൽ മുമസ്സഖി. ചിന്നിപ്പറിഞ്ഞു നിൽക്കുന്ന ആ ഒരു തൊലിക്കുള്ളിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ, ഉമറേ നിങ്ങൾക്ക് സലാം. ഇത് ജിന്നുകൾ പാടിയതാണ്. നീതിയോടുകൂടെ ഭരണം നടത്തിയതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ, അവിടുത്തെ മനുഷ്യരോ മാത്രമല്ല ജിന്നുകൾ പോലും മഹാനായ ഉമർ തങ്ങളുടെ രക്തസാക്ഷിത്വം നടക്കുമ്പോൾ വേദനിച്ചിട്ടുണ്ട്. നീതിയുടെ അത്ഭുതം കേൾക്കണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന് ഗ്രാമവാസികൾ അറിയുന്നത് എങ്ങനെയാണെന്നറിയുമോ? 2.5 വർഷം ഭരണം നടത്തിയ അമവി ഭരണാധികാരി 2-ാം ഉമർ
ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ 2ാം പതിപ്പാണ് എന്ന് ചരിത്രം പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന് മഹാന്മാർ ബിഇജ്മാഇൽ ഉലമാ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ മുജദ്ദിദുൽ മിഅത്തിൽ ഊലാ, 1-ാമത്തെ 100-ാം ആണ്ടിന്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ്. ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞത് നാട്ടിൻ പുറങ്ങളിലെ മനുഷ്യരറിയുന്നത് പത്രങ്ങളില്ലാത്ത കാലത്ത്, ഫേസ്ബുക്ക് ഇല്ലാത്ത കാലം, സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഷാമിൽ വഫാത്തായിട്ടുണ്ട് എന്ന വിവരമറിയുന്നത് ആ നാട്ടിലെ ആടുകളെ മേച്ചു നടക്കാൻ പോകുന്ന ആട്ടിടയന്മാർ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ആടുകളെ പിടിക്കാൻ ചെന്നായ്ക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ എന്ന നീതിമാനായ ഭരണാധികാരി ഭരണം നടത്തുമ്പോൾ ഒരു ചെന്നായ പോലും ഒരാടിനെയും ആക്രമിച്ചിരുന്നില്ല. ചെന്നായകൾ ആടുകളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഏതൊരു മഹാന്റെ സാന്നിധ്യം കൊണ്ടായിരുന്നോ ഇവിടെ സമാധാനമുണ്ടായിരുന്നത്, ആ നീതിയുടെ പരിപ്രേക്ഷ്യമായ മഹാൻ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ ആടുകളെ ചെന്നായകൾ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇതൊക്കെ വെറുതെ പറയല്ല, ഇത് ചരിത്രമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്മുറക്കാരനായ അമവി ഭരണാധികാരിയും ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ മിഅത്തിന്റെ മുജദ്ദിദുമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത് തന്നെയാണ് അബ്ബാസി ഭരണാധികാരിയായിരുന്ന മുഹമ്മദുൽ മഹ്ദി തങ്ങളുടെ അവസ്ഥയും. മുഹമ്മദുൽ മഹ്ദി എന്ന അബ്ബാസി ഭരണാധികാരി ഭരണം നടത്തുമ്പോൾ ഒരു ചെന്നായെയും ഒരാടിനെയും പിടിക്കുമായിരുന്നില്ല, ഒരക്രമവും നാടിൽ നടക്കുമായിരുന്നില്ല, വന്യജീവികൾക്കിടയിൽ പോലും. അങ്ങനെ ഒരു പാരമ്പര്യം മഹാനായ മുഹമ്മദുൽ മഹ്ദി അൽ അബ്ബാസി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. മഹാനെക്കുറിച്ച് ചില കവികൾ പാടിയിട്ടുണ്ടായിരുന്നു. തൽഖൽ അമാന അലാ ഹിയാദി മുഹമ്മദി, تلقى الأمان على حياض محمدي ثولاء محرفة وذئب أطلسي لا ذي تخاف ولا لهذا صولة تهدي الرعية ما استقام الريس تلقى الأمان على حياض محمد ثولاء مخرفة وذئب نطلس لا ذي تخاف ولا لهذا صولة تهدي الرعية ما استقام الريس. ചെന്നായകൾ ആക്രമിക്കാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നുവെങ്കിൽ ഓരോ മൃഗങ്ങളും വെള്ളം കുടിക്കാൻ പോകുന്ന വെള്ളക്കെട്ടുകൾക്കിടയിൽ കടിപിടി കൂടാതെ ജന്തുജാലങ്ങൾ വെള്ളം കുടിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടെങ്കിൽ അലാ ഹിയാദി മുഹമ്മദി, അത് മുഹമ്മദുൽ മഹ്ദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്താണ്. മുഹമ്മദുൽ മഹ്ദി അൽ അബ്ബാസി ലാ ദീ തഖാഫു വലാ ലിഹാദാ സൗലത്തുൻ, പാവപ്പെട്ട ഒരു മൃഗത്തിന് പേടിക്കേണ്ടതില്ല. അതിശക്തനായ ഒരു മൃഗം അവിടെ അതിൻ്റെ ഹിംസ്രഗണങ്ങളെ, അതിൻ്റെ ക്രൂരതയോ ശൗര്യമോ അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? തഹ്ദിർ റഈയതു മസ്തഖാമർ റീസു. റീസ് എന്ന് പറഞ്ഞാൽ റഈസ്, നേതാവ് നേരെയാകുമ്പോൾ അനുയായികൾ നേരെയാകുന്നു. ഖലീഫ നീതിമാനായപ്പോൾ നാട്ടിലെ ജന്തുജാലങ്ങൾക്കിടയിൽ പോലും നീതി പുലർന്നു. ഇത്രമേൽ നീതിയുടെ അടയാളങ്ങൾ, നീതിയുടെ ബഹിർസ്ഫുരണങ്ങൾ ഈ ഉമ്മത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ്
ഈ ഉമ്മത്തിൻ്റെ മുൻഗാമികൾ കഴിഞ്ഞു പോയത് നമ്മുടെ കരങ്ങളിൽ അത് അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരോടും, നമ്മൾ മറ്റൊരാളോട്, നമ്മുടെ കുടുംബത്തോടോ നാട്ടിനോടോ ഒരു മനുഷ്യനോട് പോലും ഒരനീതിയും ചെയ്യരുതേ. ഹബീബ് പൊറുക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേസുകൾക്ക് പണമടക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരിക്കാം, വാക്ചാരിതിയുള്ള വക്കീലുമാരെ നിയമിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കാം, കോടികൾ കോടികൾ കൈക്കൂലി കൊടുത്ത് നിങ്ങൾക്ക് കേസ് നടത്താൻ കഴിവുണ്ടായിരിക്കാം. പക്ഷേ ഓർക്കണേ, നിങ്ങൾ ആരോടാ കളിക്കുന്നത്? മാലിക് യൗമിദ്ദീൻ. എല്ലാ മറകളും പുറന്നീക്കി, മറകളെല്ലാം നീങ്ങി അള്ളാഹുവിൻ്റെ മുമ്പിൽ സത്യം പ്രത്യക്ഷപ്പെടുന്നൊരു നാൾ വരാനിരിക്കുകയാണ്. അതൊരു ശ്വാസം നിലച്ചാൽ ആരംഭിക്കുന്ന ലോകമാണ്. ആഖിറത്തിൻ്റെ ലോകത്തേക്ക് പോകണമെന്ന ബോധത്തോടുകൂടെ ഒരു മനുഷ്യനോടും ദുൽമ് ചെയ്യരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അതുകൊണ്ട് ഗുരുനാഥന്മാർ അവരുടെ ശിഷ്യന്മാരോട്, അധ്യാപകന്മാർ അവരുടെ വിദ്യാർത്ഥികളോട് നീതി പാലിക്കണം. ഫേവറിസം കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരത്തിലെത്തുമ്പോൾ തൻ്റെ മണ്ഡലത്തിലോ പഞ്ചായത്തിലോ വാർഡിലോ ഉള്ള മനുഷ്യരോട് അവരുടെ പാർട്ടിയോ അവരുടെ രാഷ്ട്രീയമോ നോക്കാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട ആളുകൾ, നിയമപാലകന്മാർ, പോലീസുകാരും പട്ടാളക്കാരും, രാജ്യത്തിൻ്റെ ഭരണം കടക്കുന്നവരും രാജ്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാം വലിയൊരു അമാനത്താണ് തോളിലേറ്റി നടക്കുന്നത്. ഇത് താഴെ വെച്ച് ഇറങ്ങിപ്പോകുന്നൊരു നേരം വരാനിരിക്കുകയാണ്. പടച്ചതമ്പുരാന്റെ കോടതിയിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരുമെന്ന വലിയൊരു ആശയം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആ ഒരു ആശയം ലോകത്തിന് ഇത്രമേൽ വ്യക്തമായി നീതിയും സംസ്കാരവും ലാളിത്യവും സമഭാവനയും പാരസ്പര്യ ബോധവും ഇത്രമേൽ നൽകുന്ന ഒരു വെളിച്ചം. ആ വെളിച്ചം ലോകമറിയട്ടെ, ഹബീബിനെ ലോകം അറിയട്ടെ. ഹബീബായ നബി തങ്ങൾ എന്ന അർറഹ്മത്തുൽ മുഹ്ദ, ലോകത്തിന് അല്ലാഹു നൽകുന്ന കരുണയെ, ആ കരുണയെ നമ്മൾ പ്രസരിപ്പിക്കുക. ആ സുഗന്ധം പരക്കട്ടെ, ഹബീബിനെ അറിയട്ടെ. ആരാണ് റസൂലുള്ളാഹി തങ്ങൾ എന്തൊക്കെയാ പഠിപ്പിച്ചത്? ഒരു ബാത്റൂമിൽ പോകേണ്ട ആദാബുകൾ മാത്രമല്ല, അങ്ങ് സുപ്രീം കോർട്ടിനുള്ളിൽ നടക്കേണ്ട വ്യവസ്ഥകൾ പോലും ഈ ഹബീബിന്റെ ഹദീത്തുകളുടെ ചർച്ചയാണ് എന്ന മിനിമം ആശയമെങ്കിലും ഞാനും നിങ്ങളും ഉൾക്കൊള്ളുക. അതുകൊണ്ട് വസ്സുൽഹു ഖൈർ, സമൂഹത്തിൽ നന്മയുണ്ടാവട്ടെ, അടിപിടി ഉണ്ടാവരുത്. സമൂഹത്തിൽ ഭിന്നിപ്പിന്റെ വാക്കുകളാരും പറയരുത്, എഴുതരുത്, പ്രചരിപ്പിക്കരുത്. അള്ളാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടം നമ്മൾ ഒരുമിച്ച് നിൽക്കലാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഇഷ്ടം നമ്മുടെ ഒരുമയാണ്. അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാവരുതേ. വസ്സുൽഹു ഖൈർ. അള്ളാഹു നമ്മുടെ കൽബുകളെ ഒരുമിപ്പിക്കട്ടെ. നമ്മുടെ മനസ്സുകൾ ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെ ചേർന്ന് നിന്ന് പരസ്പരം പൊറുത്തും ക്ഷമിച്ചും നന്മകൾ കൈമാറിയും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നന്മയുടെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു ആചാരത്തിൻ്റെ, ഒരനുഷ്ഠാനത്തിൻ്റെ, ഒരു നാഗരികതയുടെ ചരിത്രം ഉയർത്തി അല്ലാഹുവേ നീ വിജയമാക്കി തരണേ റബ്ബേ, വിജയമാക്കണേ റബ്ബേ, വിജയമാക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.